ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. ഇന്ന് നമ്മൾ ശ്രീകുട്ടൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്നൊന്നും കുക്ക് ചെയ്യണില്ല. രാവിലത്തെ ഫുഡ് അല്ലാതെ വേറെ ഒന്നും കുക്ക് ചെയ്യണ്ട. അപ്പോൾ രാവിലെ കുട്ടികളെ വിളിച്ചിട്ടില്ല. അവർക്ക് അറിയില്ല ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത്. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താണ് കളക്ടർ പ്രഖ്യാപിച്ചത് നാളെ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും കാരണം കുട്ടികൾക്ക് ക്ലാസ് ഇല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ അവരെ വിളിക്കണം, എന്തായാലും ഒരു 8:15 ആകുമ്പോൾ പോകണമെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അവർ ഇത്രയുമ്പോ വിളിക്കണം. അപ്പൊ അവർ വിചാരിച്ചിരുന്നത് ഇന്ന് അവർ ക്ലാസ്സിൽ പോവാണ്, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാന്നുള്ള വിഷമത്തിലായിരുന്നു. അപ്പൊ അതെങ്ങനെയോ കളക്ടർ മണത്തറിഞ്ഞിട്ടുണ്ട്, പിന്നെ അവർക്ക് മുടക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരും കൊണ്ടുവന്ന് പോവാം. അപ്പൊ കമോൺ, ചായ വെച്ച് കുടിക്കട്ടെ ആദ്യം തന്നെ. എനിക്ക് ചായ കുടിക്കാണ്ട് രാവിലത്തെ ആ ചായ അങ്ങോട്ട് കുടിച്ചില്ലെങ്കിലേ ഒരു ഉഷാറില്ല. ഇന്ന് എണീക്കാൻ നേരം വൈകി. 6 മണിക്ക് അലാറം വെച്ചിരുന്നല്ല ഞാൻ. അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് ആ ചായ കുടിക്കാണ്ടുള്ള ഒരു ചായ കുടിച്ച് ശീലിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചായ ഇനി കുടിച്ച് ശീലിക്കേണ്ട കേട്ടോ. ചായ കുടിച്ച് ശീലിച്ച ചായ കുടി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നിർത്താൻ പറ്റില്ല. തരില്ല. നിങ്ങൾക്ക് രാവിലത്തെ ചായ വേണ്ടാന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നേ. രാവിലത്തെ ചായ നിർത്തിയ ആൾക്കാർ ഇപ്പൊ ചായ ചോദിക്കുന്നു. കൊടുക്കണോ ഞാൻ? ഇന്ന് നല്ല സാരിയും നല്ല പാർട്ടി വെയറൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഭഗവാനോട് അതാ ഞാൻ പ്രാർത്ഥിച്ച. രാവിലെ പോത്തീസിൽ പോവാന്ന് വിചാരിച്ചേക്കണേ. പോത്തീസിൽ പോവാന്ന് വിചാരിച്ചേക്കണേ. എന്താന്ന് വെച്ചാ നിശ്ചയത്തിന്റെ സമയത്ത് കല്യാണങ്ങള് തൃശ്ശൂര് ഫുള്ള് പോയി. പുളിമൂട്ടില് ജയലക്ഷ്മി കല്യാണമൊക്കെ തൃശ്ശൂര് ഫുള്ള് കറക്കം കഴിഞ്ഞു. ഇനി പോവാത്തത് എറണാകുളത്തെ പോത്തീസിലാണ്. അപ്പൊ ഇന്ന് എറണാകുളത്തെ പോത്തീസിൽ പോയി നോക്കാം. അവിടെ നിന്ന് കിട്ടിയാൽ അവിടെ നിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. അയ്യോ, ചായ കുടിക്കേണ്ടെന്ന പോലെ വെള്ളം കുടിക്കാം. ആദ്യം തന്നെ ഇന്ന് ഞാനേ കുറച്ച് തേൻ കുടിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കും. ശരിക്കും പറഞ്ഞാൽ തേൻ വെള്ളത്തിൽ കലക്കി കുടിക്കണം എന്നാ. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത്തിരി തേൻ കുടിക്കും, പിന്നെ ഇത്തിരി വെള്ളം കുടിക്കും. ഇത്തിരി അല്ല, നല്ലോണം വെള്ളം കുടിക്കും. പക്ഷെ നല്ല ചുമ മാറിയിട്ടില്ല ഇതുവരെ. ചുമ ഒന്ന് മാറാൻ എന്തോരം ദിവസം എടുക്കണേ. ഞാനുള്ളത് ഇപ്പോഴൊന്ന് കുറഞ്ഞാണ്. അപ്പൊ ഞാൻ എൻ്റെ ഇന്ന് ഇത്തിരി കൂടി നേരം വൈകി, അല്ലെങ്കിൽ ഇത്രയും വിളിച്ചില്ല ജനലിൽ. ശുദ്ധമായ തേൻ. അയ്യോ, അടച്ചിട്ടുണ്ടായില്ല. തേൻ അച്ഛൻ ഞായറാഴ്ച ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു കുപ്പി കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായി കുപ്പി തേനാണ്, വേറൊന്നും അല്ലാന്ന്. അച്ഛൻ്റെ അവിടെ ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടും. അപ്പോൾ ഫോറസ്റ്റിനാണോ എവിടെന്നോ കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അച്ഛനോട് പറയും തേൻ തീരുമ്പോൾ. അപ്പൊ അച്ഛൻ കൊണ്ടുവരും. അത് ആ തേൻ ഞാൻ ചെറിയൊരു ടിന്നിലാക്കി കാണാൻ പറ്റുന്ന വെച്ചേക്കാം. വലിയ കുപ്പി എപ്പോഴും എടുക്കണ്ടല്ലോ വെച്ചിട്ട്, പൊട്ടണ കുപ്പിയ. അപ്പൊ അതിൽ നിന്ന് ഒരു ഇത്തിരി കുടിക്കും, പിന്നെ നല്ലോണം വെള്ളം കുടിക്കും. നല്ലോണം വെള്ളം കുടിച്ചാൽ നമ്മൾ എന്തൊക്കെ കഴിച്ചാലും അതിന്റെ ഫാറ്റൊക്കെ കുറെയൊക്കെ കുറയുന്നതാണ് പറയണേ. അല്ലെങ്കിലും നല്ലോണം വെള്ളം കുടിച്ചാൽ മുടിക്ക് നല്ലതാ, സൗന്ദര്യത്തിന് നല്ലതാ, എല്ലാത്തിനും നല്ലതാ. അപ്പൊ നല്ലോണം വെള്ളം കുടിച്ചോട്ടാ. രാത്രി അധികം കുടിക്കണ്ട, പ്രശ്നമാവും. അപ്പൊ ഇന്ന് ഞാൻ നേരം വൈകി എഴുന്നേറ്റെന്ന് പറഞ്ഞില്ലേ? അതെ, നന്നായി സൂര്യനൊക്കെ എഴുന്നേറ്റ് പൊക്കത്തെത്തി. ഒരു 6:30 തോന്നുന്നുണ്ട്. 6 മണിക്ക് അലാറം വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ 6:30 ആയി. ഇപ്പോൾ 6:30 ആവാറായി. ഇത്രയും വിളിച്ചായി ഇന്ന് നല്ലോണം വിളിച്ചായി. പിന്നെ ഇന്നലെ ഒരു വീഡിയോയില് ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോ അതിലൊരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ചായ കുടിച്ച് ജനലിലൂടെ പുറത്തോട്ട് നോക്കി നിന്നപ്പോ ഹരീനെ ഓർത്തു എന്ന് പറഞ്ഞിട്ട്. എന്നെ ഓർത്തുന്നു. ഞാനിങ്ങനെ ജനലിലൂടെയുള്ള വ്യൂ കാണിക്കാറുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്നെ ഓർത്തുന്നു. എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, വീട്ടിലുള്ള ഒരാളെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെ. അപ്പൊ ഇതാണ് ഇന്ന് ഇത്രയും നേരം വൈകിയത് കൊണ്ട് ഇതാണ് ഇന്നത്തെ പ്രഭാത കാഴ്ച. നമ്മുടെ ഗാർഡനില് ചായ തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫൈക്കസ് ബോൺസായിയുടെ ഇല കൊഴിയുന്നുണ്ട്, കണ്ടോ? അതിനെന്തോ ഇത് പറ്റിയിട്ടാണോ എനിക്ക് തോന്നുന്നു സീസണലായിട്ട് വരണ്ടാന്ന് തോന്നുന്നു. പുതിയ ഇലകൾ വരുന്നുണ്ട് അതുമേ,
പക്ഷെ പഴയ ഇലകളെല്ലാം കൊഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെ രാവിലെ വരുന്ന കാരണം കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. ഇല കൊഴിയുന്നുണ്ട്, പുതിയ ഇല വരുന്നുണ്ട്. നമ്മുടെ ഗാർഡൻ സെറ്റ് ആക്കണ ആ ചേട്ടൻ വരാറുണ്ട്. അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ട് ഇനി വലിയൊരു ചട്ടിയിലേക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെച്ചു. അപ്പൊ അടുത്ത് തന്നെ ഞാൻ വലിയൊരു ചട്ടിക്ക് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാട്ടാ. ചായ വെച്ച് കുടിച്ചാൽ തന്നെ ഒരു ആശ്വാസ. പിന്നെ എനിക്ക് ഒന്നും രാവിലെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിള്ളേരെ വിളിച്ചിട്ടില്ല. പിള്ളേര് വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താണോ എനിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. എണീക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ ലേറ്റ് ആയിട്ട് വിളിച്ചേ. ഒരു 7 മണിയാകുമ്പോൾ അവരെ വിളിക്കാം. ഒരു 8 മണിയാകുമ്പോൾ റെഡിയായി ഒരു 8:15 8:30 ഇറങ്ങണം എന്തായാലും. പ്രശാന്തേട്ടൻ ബിഗ് ബോസ് കാണാൻ ഊഞ്ഞാലുമ്മ കിടന്നിട്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടില്ല, നേരത്തെ കിടന്നുറങ്ങി. ഇന്നലെ എപ്പിസോഡ് കാണാൻ കഴിഞ്ഞില്ല. എപ്പിസോഡുകളെല്ലാം കാണും. ബിഗ് ബോസ് കാണാമെന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ടായി. എപ്പിസോഡ്സ് കാണും, ഇഷ്ടമാണ് കാണാനായിട്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുണ്ട്, ബിഗ് ബോസ് ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, വെറുതെ ഒരു ടൈം പാസ്, ഒരു രസം, വെറുതെ കാണും, അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആരെ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ, നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള അനീഷേട്ടനെ ഇഷ്ടം. എനിക്കും പ്രശാന്തനൊക്കെ അതാ ഇഷ്ടം. കുട്ടികളെ കാണിക്കില്ല കേട്ടോ. കുട്ടികളെ ബിഗ് ബോസ് എന്നല്ല വേറെ ഒന്നും അങ്ങനെ കാണാറില്ല. അവര് ക്ലാസ്സുള്ള ദിവസങ്ങളിലൊന്നും TV വയ്ക്കാറില്ല. എന്തെങ്കിലും കളിക്കുകയെ, ഞങ്ങൾ 0 വെട്ട് കളി കളിക്കുകയെ, അങ്ങനെ എന്തെങ്കിലും കളികൾ കളിക്കുള്ളൂ സമയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവർ പഠിക്കുക, കിടന്നുറങ്ങുക. മുടക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ അവരെ ഏതെങ്കിലും ദിലീപിന്റെ കോമഡി മൂവീസ്, ലാലേട്ടന്റെ മൂവീസ്, അങ്ങനത്തെ ഒക്കെ നമ്മുടെ ഇടത്തരം ചിത്രം പോലത്തെ സിനിമകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ കോമഡി മൂവീസ് വെച്ചു കൊടുക്കുക ചെയ്യുക അവർക്ക് സാറ്റർഡേ സൺഡേ. അപ്പൊ ഓരോന്നും കണ്ട് കണ്ട് ഇപ്പൊ ഏകദേശം തീർന്നു കണ്ട്. അപ്പൊ ഇപ്പൊ ഓരോന്ന് ചോദിക്കും ഇനി ഏതമ്മ കോമഡി മൂവി കാണാൻ പറ്റുക. പഞ്ചാബി ഹൗസും പറക്കുംതളിയും എല്ലാം കണ്ടു. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഞാൻ വിട്ടുപോയുള്ള സിനിമകളുണ്ടെന്ന് പറഞ്ഞുതരൂ, കുട്ടികളെ കാണിക്കാൻ പറ്റിയ തമാശയുള്ള മൂവീസേ. ദിലീപിന്റെ ഒട്ടുമിക്കവാറും സിനിമകൾ കണ്ടു. പറക്കുംതളിക, പഞ്ചാബി ഹൗസ്, പിന്നെ ഏതാ പട്ടാളം കാണിച്ചിട്ടില്ല നമ്മുടെ മമ്മൂട്ടിയുടെ, അത് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെ കുറച്ച് സിനിമകൾ കാണിച്ചു കുട്ടികളെ. അപ്പൊ എല്ലാ സാറ്റർഡേ സൺഡേ അതാ ചെയ്യാറ്. ഇന്ന് മുടക്കാന്ന് അവർക്ക് അറിയില്ല. വിളിക്കണത്തിനുണ്ട്. ചായ തിളക്കണില്ലല്ലോ. മീഷോന്ന് ഇതുപോലത്തെ 4 കുപ്പി 5 കുപ്പിയൊക്കെ കിട്ടുന്നതാണോ, 3 കുപ്പി കിട്ടുന്നോ, അങ്ങനത്തെ സെറ്റ് വാങ്ങിച്ചു. താമസത്തിന് മുമ്പേ വാങ്ങിച്ചു വെച്ചു മീഷോന്ന് കുറച്ച് സാധനങ്ങൾ. അപ്പൊ അതില് വാങ്ങിച്ചു ഇങ്ങനത്തെ കുപ്പി. ഫ്രിഡ്ജിൽ വെള്ളം വെക്കാൻ എന്നുള്ള രീതിക്ക് വാങ്ങിച്ചതാ. ഫ്രിഡ്ജിൽ വെള്ളം ഇപ്പൊ ആരും കുടിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, ഇങ്ങനത്തെ കുപ്പികൾ അവിടെ ഇവിടെയൊക്കെ നിറച്ചിരിക്കണം കാണാം, വെള്ളം നിറച്ചിട്ട്. ഒരെണ്ണം ഇവിടെ ഉണ്ടാവും, 2 എന്റെ റൂമിലുണ്ടാവും, ഒരെണ്ണം മേശമ വയ്ക്കും, ഡൈനിങ് ടേബിളിമേ. എന്തിനാ വെച്ചാൽ ഇത് കാണുമ്പോഴാണ് വെള്ളം കുടിക്കാൻ ഓർക്കണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ ഈ എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ, ഒറ്റ ഇരിക്കുമ്പോൾ, കുറെ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കാനൊന്നും ഓർക്കില്ല. അപ്പൊ കാണണ എല്ലാ സ്ഥലങ്ങളിലും കുപ്പി കാണാൻ പാകത്തിന് വെക്കും. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാൻ ഓർക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. നമശിവിന്റെ മറ്റേ ഇതുണ്ടല്ലോ വാച്ച്, അതിലാണെങ്കിൽ ഒരു സിപ്പ് എടുക്കൂന്ന് പറഞ്ഞിട്ട് അലാറം അടിക്കുത്ര. അപ്പം പറയണേക്ക അതിൽ സൗണ്ട് കേൾക്കുമ്പോ അമ്മേ വെള്ളം കുടിക്കാറായി. നമ്മള് വീട്ടില് വാച്ചൊന്നും കിട്ടണില്ലല്ലോ. എന്താ ചായ ഒന്ന് തിളക്കി. ഇന്ന് എന്റെ കിളികള് പറക്കണൊന്നുമില്ലല്ലോ. മക്കളെ നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയാ? എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 2 ദിവസമായിട്ട് 3 പേരായിട്ടാ അപ്പൊ വരണേ, അല്ലെങ്കിൽ 2 പേരുണ്ടായുള്ളൂ. ഇപ്പൊ ഒരാളും കൂടി വന്നിട്ടുണ്ട്. എന്തോ കുടുംബകലഹാണോ, ഇനി വീട് വിൽക്കാൻ പോവാണോ അവരുടെ കൂട് വിറ്റ് അവര് വേറെ താമസിക്കാൻ പോവാണോ അറിയില്ല. വീട് കാണൽ ചടങ്ങൊക്കെ നടക്കണ്ടായി. ഇപ്പൊ കാണാനില്ല, എനിക്കുണ്ടാവില്ല ചിലപ്പോ. ഇത്ര കഴിയുമ്പോ എനിക്ക് പ്രശാന്തേട്ടാ നന്നായി അങ്ങോട്ട് തിളച്ച് ഒന്നിളക്കിയൊക്കെ കൊടുക്കുമ്പോൾ അവരൊന്ന് എല്ലാവരും കൂടി സെറ്റാവും. ചായപ്പൊടിയും പാലും ഒക്കെ കൂടിയിട്ട്. പഞ്ചസാര ഇട്ടിട്ടില്ല, പ്രശാന്തേട്ടന് മധുരം വേണ്ട. അപ്പോൾ നമുക്ക് പ്രശാന്തേട്ടന് ചായ കൊടുത്തിട്ട് ബാക്കി ഞാൻ പഞ്ചസാര ഇട്ട് ഇളക്കട്ടെ അങ്ങോട്ട്. ചായ നന്നായി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഓഫ് ചെയ്യാണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ച്. അതുപോലെ തന്നെ ഇതുപോലെ ആറ്റിയാലൊക്കെ ടേസ്റ്റ് കൂടും എന്നാണ് എനിക്ക് തോന്നണേട്ടാ. ഇതുപോലെയൊക്കെ നന്നായി ആറ്റി കൊടുത്താലേ ഫുള്ള് നന്നായി മിക്സ് ആവും, നല്ല ടേസ്റ്റ് കൂടും എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട് ഞാൻ.
ചിലർ വയ്ക്കുന്ന ചായക്ക് നല്ല രുചി ഉണ്ടാവും, ചിലർ വയ്ക്കുന്ന ചായക്ക് രുചി കുറയും, അങ്ങനെയൊക്കെ. ആദ്യം നമുക്ക് പ്രശാന്തേട്ടൻ്റെയും എൻ്റെയും കപ്പ്, എൻ്റെ കപ്പും പ്രശാന്തേൻ്റെ കപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ടോ? കഴുകണം. ഇത് എൻ്റെ കപ്പ്, ഇത് പ്രശാന്തൻ്റെ കപ്പ്. ചായപ്രാന്തന്മാരുണ്ടോ? എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യൂ. എന്നെ പോലെ ചായപ്രാന്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടൂ കേട്ടോ. ഇത് എൻ്റെ ചായ കപ്പ്, ഇത് പ്രശാന്തൻ്റെ ചായ, എൻ്റെ വലിയ കപ്പ. അതാണ് എനിക്കത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കാത്തത്. വെറുതെ അല്ല ഹരിത വിശക്കാത്ത, എത്ര ചായ കുടിച്ചായിരിക്കും പിന്നെ വിശക്കാന്നില്ലേ. മോട്ടർ അടിക്കുന്നുണ്ട്. മോട്ടർ ഓട്ടോമാറ്റിക് ആയി പിന്നെ ആ ഒരു ടെൻഷൻ പോയി, മാറി. ചായ കൊണ്ട് കൊടുക്കട്ടെ. ഇനി നന്നായി മധുരട്ട് അങ്ങോട്ട് ഇളക്കി ഒരു ചായ എടുക്കട്ടെ. മധുരം പൊട്ടയാണെന്ന് എനിക്കറിയാം. വൈറ്റ് ഷുഗർ വൈറ്റ് പോയിസൺ ആണെന്ന് എൻ്റെ പിള്ളേരും എന്നോട് പറയും. പക്ഷെ അതങ്ങോട്ട് നിർത്താൻ പറ്റണില്ല. പിന്നെ ഉണ്ട് ഇടയ്ക്ക് അവക്കാടോ ഒക്കെ വാങ്ങുമ്പോൾ ഷേക്ക് അടിക്കുമ്പോൾ നന്നായി മധുരം ഇടും. മധുരം നിർത്താൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് വരണ്ട അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അതാ മധുരം. എരിവിനേക്കാളും ഇഷ്ടം മധുര. പക്ഷെ മധുരമുള്ള സാധനങ്ങൾ കുറേ ഒന്നും ഇരുന്ന് തിന്നൊന്നുമില്ല കേട്ടാ. ലഡു ആണെങ്കിൽ കൂടി ഒരെണ്ണമൊന്നും അങ്ങനെ കഴിക്കാറില്ല, അങ്ങനെ വാങ്ങാറുമില്ല ലഡും സാധനങ്ങളൊന്നും. നല്ല മധുരം. ചായ കുടിക്കുമ്പോൾ മീഡിയം കടുപ്പത്തിലും നല്ല മധുരത്തിലും കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. സമയം മധുരേ വേണ്ട. ഇതൊരു ഫ്രണ്ടിക്ക് അടിച്ചേ, ഞാൻ പകുതി കണ്ടിട്ടുള്ളൂ. ഒത്തിരി മുമ്പിക്ക് അടിച്ച് എനിക്ക് ഇവിടെ വേണ്ടത്. ഇങ്ങനെ പിടിച്ചോ, നേരെ പിടിച്ചോ. ഇത് കണ്ടു. അതിലാണ് ഐഡിയ കൊടുക്കണം എല്ലാവർക്കും. ആ പണപ്പെട്ടി എടുക്കേണ്ട വിചാരിച്ചിട്ടുണ്ടായില്ലേ ബിഗ് ബോസ്. ഇവര് പ്ലാൻ ചെയ്ത് പണപ്പെട്ടി എന്നുള്ളത് മാറ്റി വേറെയൊക്കെ ഫാൻ ഇടാം. എനിക്ക് കാണണ്ടേ. പാവനെയും പഴയതിലേക്ക് വരുന്നുണ്ട്. ഒരു അബദ്ധം അവനെ കൊണ്ട് പറ്റി, എന്താ ചെയ്യാ. ഭക്ഷണം കഴിക്കേ വേണ്ട. അയ്യോ കണ്ടിട്ട് കൊടുക്കാണ്ട് ആശ്വാസം. തലയിൽ ഓരോ മണി കെട്ടി കൊടുത്തിക്കാണെങ്കിൽ അമ്മ നല്ല കളിയായത്. അയ്യോ രണ്ടു കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ, അതിന് ഒറ്റക്കാലിൽ. നെവി നന്നായി കളിക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വം നെവിനെ ഇതിന്ന് ഒഴിവാക്കിയത് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യാനാ. നേരെ പിടിക്കാൻ എനിക്ക് കാണണ്ടേ. പിള്ളേരെ വിളിച്ച് കുളിപ്പിച്ചാലോ? നമുക്ക് പിള്ളേരെ വിളിച്ച് എഴുന്നേപ്പിച്ച് കുളിപ്പിക്കാം. ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ള സർപ്രൈസ് പറയാം. മക്കളെ തക്കട മുത്തുമണികളെ, ഇന്നു സ്കൂളില്ല. അറിഞ്ഞാ ഇന്നു സ്കൂളില്ല, ഇന്ന് മുടക്ക. വിളിച്ചിട്ടുണ്ടായില്ലേ? അല്ല നീ എണീറ്റ് വരാറുണ്ടല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ഞാനും വിചാരിച്ചു 7 മണി കഴിഞ്ഞിട്ട് എനിക്ക് വരാത്ത എന്താന്ന്. ചുഴലിക്കാറ്റ് മോന്താന്നാണ് പേര് ചുഴലിക്കാറ്റിന്റെ. മോന്ത. എന്തിട്ടാന്ന് വെച്ചാൽ ആദ്യം ആ ചുഴലിക്കാറ്റ് എവിടെയാണോ വരണേ ആ രാജ്യത്തിന് പേരിടാം എന്നാണ്. ആ കാറ്റിന്റെ പേര് ആ രാജ്യത്തിന് ഇടാം. ആദ്യം വന്നത് ഇവിടെയാ തായ്ലാന്റില്. അപ്പൊ തായ്ലാന്റുകാര് പേരിട്ടേക്കാൻ തായ്ലാന്റ് തന്നെയല്ലേ ആവോ? ആ തായ്ലാന്റ് അങ്ങാണ്ടാ ഞാൻ കേട്ടെ. തായ്ലാന്റ് പേരിട്ടേക്കുന്നത് മോന്താന്ന്. മോന്ത എന്ന് പറയണതിന് പകരം മുഖം എന്ന് പറഞ്ഞൂടെ അവർക്ക്?
പക്ഷെ മലയാളത്തിലാണ് മോന്താന്ന് വെച്ചാൽ മുഖം, അവർക്ക് വേറെ എന്തെങ്കിലും അർത്ഥമായിരിക്കും തായ്ലാന്റില്, മനസ്സിലായി അവരുടെ ഭാഷയില്. കളക്ടർ വിളിച്ച് പറഞ്ഞ നിങ്ങള് സത്യം പറഞ്ഞോ? എനിക്ക് ബാ ഗ്യാസും കുറ്റി എന്താ പുറത്തിരിക്കണേ എന്ന് തോന്നണ്ട. ഗ്യാസ് ഇന്ന് വരുന്നു ഇന്നലെ വിളിച്ചുവേ. അപ്പം ഇന്ന് പുറത്തേക്ക് ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പുറത്ത് വീട്ടിൽ പൈസ കൊടുക്കാം, ഗ്യാസും കുറ്റി പുറത്തിറക്കി വെക്കാമെന്ന് പറഞ്ഞു. ഉണ്ടായി ഫൈക്കസിന് എന്തോ പറ്റിയിട്ടുണ്ട്, ശരിയാക്കണം. മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്, ഇനി മാറ്റി വെക്കണം ചട്ടി. ഇവിടെ ടെർമിനാലിയൊക്കെ എന്ത് രസമായിട്ടാണ് നിൽക്കണേ നോക്കി, സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. അയ്യോ എന്തൊരു ആഗ്രഹമായിരുന്നു പറയും ഇത് വെക്കണം എന്നുള്ളത്. ഭയങ്കര രസം അതിൻ്റെ ഇലകളും ചില്ലകളും. ദിവസം എടുത്തിട്ട് ജാനു അല്ല അമ്മ ജാനുവിനെ വിളിച്ചില്ലേ ചന്ദനം പറയാ. അപ്പൊ ജാനു പറഞ്ഞു ജീൻസും ടോപ്പ് ഇടുമ്പോ ചന്ദനം തോന്നില്ല. ജാനു ബേബി, ജാനു ബേബി ജാനുവിനെ ഇതില് കാണുന്ന ഡിസ്പ്ലേയില് ജാനുവിനെ കാണും അച്ഛനും. എന്താ അവിടെ ഇരിക്കണേ? ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കോ? ഇറങ്ങി സീറ്റിലിരിക്കുവോ? ജാനു എന്താ പറയുന്നത് എവിടെയാടാ? അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ അപ്പുറട്ട് ആ വരീന്റെ അപ്പുറട്ട്. അമ്മൂമ്മോട് ചോദിച്ചു നോക്ക്, അമ്മൂമ്മ എന്നോ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്പീഡിലോട് മാലാണോ അത്? കൊലയൊക്കെ വെട്ടി ഇതുമെന്നാണ് മുത്തച്ഛൻ അന്ന് പഴം തന്നോട്ട് ഇവിടത്തെ ഒരു കൊല വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പോട്ടയിൽ എത്തിയിരിക്കുന്നു. ഇനി ശ്രീകുട്ടനെയും അമ്മേനൊക്കെ കയറ്റിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാം. അമ്മ നീ മേത്ത് കയറരുത്, മേത്ത് കയറുവോ നീ? മുകിലേ മുകിലേ മേത്ത് കയറുവോ നീ? മുകിലേ കൈക്കുട്ടാ മുകിലേ അങ്ങോട്ട് മാറി മാറി വണ്ടി വണ്ടി വണ്ടി. അവന് കയറാൻ സമാധാനല്ലേ? മുകിലിന് കൂട്ടി കയറാൻ സമാധാനല്ലേ? പിടിച്ച് കയറ്റണം. സ്കൈയുടെയും മുകിലിന്റെയും ചേച്ചിക്കുട്ടി. മുകിലിന് പാവന്റെ ഉള്ളിൽ നിന്നിട്ട് സമാധാനം ഇല്ല. സ്കൈ പിന്നെ മേലൊന്നും കേറില്ല, സ്കൈ വലുതായി. സ്കൈ എന്തോ വിഷമമുണ്ട് കുട്ടിക്ക് പറയാ. ആര് സ്കൈയാ? സ്കൈ ആർ യു പ്രഗ്നന്റ്? യു ആർ പ്രഗ്നന്റ് സ്കൈ? സ്കൈ നിന്നെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല വിചാരിച്ച. സ്കൈ എന്റെ അച്ഛൻ നിന്നെ എങ്ങനെയാടി വളർത്തിയത്? ഇങ്ങനെ വഴിതെറ്റി പോകുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. സ്കൈ ജാനു വളർത്തോ? ജാനു വളർത്തിക്കോളോ? എന്നാ കുഴപ്പമില്ല.
സ്കൈ കുട്ടീനെ നീ ജാനുവിന് കൊടുത്തോ, ജാനു വളർത്താന്ന്. 8:30 എത്തുന്ന പറഞ്ഞാൽ ഞങ്ങള് കറക്റ്റ് 8:30 എത്തി. ഇവര് റെഡി ആയിട്ടില്ല, വന്നതിന് ശേഷം കുളിച്ച് റെഡി ആയോണ്ടിരിക്കണേ. ഫോട്ടോയൊക്കെ ഉണ്ട്. അങ്ങനെ കല്യാണം അങ്ങായി. കല്യാണം എത്തി ഗൈസ്, എല്ലാവരും വരിക. രാജേഷേട്ടൻ ഞങ്ങളുടെ സ്കൈനെ പേടിപ്പിച്ച് വെച്ചേക്ക. അതാണ് രാജേഷേട്ടനെ നോക്കി നിൽക്കുകയാണ് സ്കൈ. എങ്ങാനും പുറത്തേക്ക് ഇറങ്ങോ. മത്തങ്ങ, ക്യാരറ്റ്, പിന്നെ ചിക്കൻ അല്ലേ അമ്മേ? ചിക്കനും ക്യാരറ്റും മത്തങ്ങയൊക്കെ കൂടി അങ്ങോട്ട് പുഴുങ്ങും ഉപ്പിട്ട്. എന്നിട്ട് അത് ചോറ് മഞ്ഞപ്പൊടി ഇട്ട്. അയ്യോ, ഉപ്പില്ലാത്ത ഫുഡാണോ പോണേ നിങ്ങൾക്ക് തരണേ? ഒരു ഉപ്പ് പോലും ഇടാത്ത ഭക്ഷണം. ഉപ്പ് പോലും ഇടാത്ത ഫുഡാ പട്ടിക്ക് കൊടുക്കണം, പാപം. സ്കൈയും മുകിലും ആ ഗ്യാപ്പില് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഫുഡ് മുകിലേ മുകിലേ സ്കൈ സ്കൈ പോട്ടെ, സ്കൈ പോട്ടെ, സാരില്ല സാരില്ല സ്കൈ. അമ്പതേ മുകില്. ആ ആ ആ മുകിലിന് ഇഷ്ടായില്ല. ആ മുകില് വേണ്ട, മുകിലേ ബാ ബാ പോട്ടെ, മുകിലേ പോട്ടെ, ബാ ബാ ഫുഡ് അടിക്ക്. ആ ഭക്ഷണത്തിൽ കൈ. പക്ഷെ ഇവര് അങ്ങനെ ഇല്ല കേട്ടാ. ഇവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴും നമ്മൾ കൈ വെച്ചാലൊന്നും കടിക്കില്ല. അതെന്താ വെച്ചാ കുളിച്ചിറങ്ങിയേക്കണേ ഞങ്ങളെ നിർത്തിയിട്ട് പോസ്റ്റ് കേറിയിട്ട് സ്നേഹിക്കാൻ. നീ റെഡി ആയി വാ. നമശിവ് ചുള്ളൻ ചുള്ളൻ നമശിവ് ചുള്ളൻ ചുള്ളത്തി ജാനു രണ്ടുപേരും കച്ച മാങ്കോ തിന്നാ. ചിരിച്ചോണ്ട് പറയണേ. അതെ ജാനുവിനുണ്ടോ? ജാനു ജാനു ഇവിടെ ഇപ്പുറത്ത് ജാനു ഉണ്ടാ? ജാനുവിന് വരും വരും. ഇപ്പൊ തൽക്കാലം നെറ്റിട്ട് ഒരു കുത്തിട്ടുണ്ട്. അമ്മാമന്റെ പിള്ളേര് അപ്പൊ നമ്മള് കേറിയിട്ടില്ല ഇവിടെ. വേറെ സ്ഥലത്ത് കേറി ഞങ്ങള് Mamshu, attack. അടുത്ത വരും കേട്ടോ. അംശു രണ്ടാമത് വരും.
അയ്യോ ഇതല്ലേ വെയില് വരുന്ന പോത്തീസ് അല്ല പോത്തീസ്. ഓട്ടീസ്. ഇതിന്റെ കളേഴ്സ് അറിയണ്ടോ? അല്ലല്ല കരിമീലിയോ അതൊരെണ്ണം മാറ്റി മൂവിങ്ങായിട്ട് പോണ കളറുകൾ ഇതൊക്കെ. ഭയങ്കര സിമ്പിൾ ആയി പോയി അല്ലേ? ആ ഇത് അടിപൊളിയായിണ്ട് കളർ, നല്ല കളറായിണ്ട് കേട്ടാ. ഇത്തിരി അങ്ങോട്ട് കയറ്റി വെച്ച് അമ്മ തല ബാക്കിലേക്ക് ഇട്ടിട്ട് ആ കര മാത്രം വരുന്ന രീതിയിൽ. ആ ഓക്കെ. അല്ല ബ്ലൗസ് വെക്കണമെന്നില്ലേ ചേച്ചി? വെറുതെ എങ്ങനെ ഇതും ഭംഗിയുണ്ട് കേട്ടാ ശ്രീകുട്ട, ഇതും ഭംഗിയുണ്ട്. എന്നിട്ട് ജാനു നീ കാണിക്കണേ.
ലൂസ് ആയിരിക്കും, അത് വള്ളി ഉണ്ടല്ലേ. ലെങ്ത് കറക്റ്റാണോ? ലെങ്ത് ഇങ്ങനെ കറക്റ്റാവും. അപ്പോൾ ഇന്നത്തെ ടോപ്പ് വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെ ക്രീം വേണം. ക്രീം ഉണ്ട്. ഗ്രീൻ നോക്കട്ടെ. ഈ സെയിം ആണല്ലേ കളറൊന്നും എല്ലാവർക്കും ഒരേ കളറിൽ നല്ല സാധനം കിട്ടുന്നു. കളറും നോക്കണ്ട, അവൾക്ക് ജാനപ്പൂസ് അത് കിട്ടിയ കാരണം വീട്ടിൽ പോകാന്ന് പറയണല്ലോ. ജാന നോക്കി ഏത് കളർ കൊച്ചിന് ഇഷ്ടമായ? നോക്കട്ടെ ഇത് പിടിച്ചെങ്ങനെ ആ ഇത് കലകൂടാ, ഇത് കല ആവണിക്കാകുമ്പോ വെച്ചതിങ്ങനെ ഇങ്ങനെ പിടിക്കും. ഇതടി ഭംഗി ഇതിന് കത്തി നിക്കണം. ട്രൗസർ എനിക്ക് ഇഷ്ടമാണ്. അല്ല ഇതും ഇഷ്ടമാവും കേട്ടോ. ഇത് ഒരു ഇത്തിരി കുറക്കേണ്ടി വരും. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ചെയ്യാം. വേണ്ട സൈഡ് സെറ്റല്ലേ, കുഴപ്പമില്ല. ഇത്തിരി ലൂസ് ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. അതിന് ഇടാലോ. ഷോള് ഇതല്ലേ ഇതൊക്കെ സെയിം സൈസ് ആണല്ലോ. അപ്പൊ ഗ്രീനും കൂടി തുറന്നു കാണിച്ചു കേട്ടോ. ഇതിന് കറക്റ്റ് മാച്ച് ആണല്ലോ. ഷോൾ എപ്പോഴും ഇങ്ങനെ ഇതാക്കിയിട്ടൊന്നും വെറുതെ ഇട്ടാലും മതി. അതിന് ഭ്രാന്ത്. ഗ്രീൻ ഇതടി ഹരിത ഇങ്ങനെ ഫോട്ടോ നിൽക്കുന്നത് ഇത് ഊരിടാതെ ഡീച്ച് നോക്കാം, മനസ്സിലാവും. അല്ല ഈ ഷോളൊന്നും വെച്ച് ഏത് ഷോള് എന്റെ പേരില് കാരണം വെച്ച് കൊടുക്കാം. ഇത് എങ്ങനെയുണ്ട് ഗ്രീനും കൂടി മറ്റേതാന്ന് തോന്നുന്നു. ഇത്തിരി ഇരുണ്ടിരിക്കുന്നുണ്ട്. ആ ഇരുണ്ടിരിക്കണത് ഇങ്ങനെ തിരിഞ്ഞ മുത്തേ. ഒരു മിനിറ്റ്. കൊണ്ട് കൂട്ടി നടക്കണം, അതാണ് പണി. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പോത്തീസ് ലൈഫ് സ്റ്റൈൽ ബിഗ് ഡീൽ. അതെ, ഓരോ 2000 രൂപയുടെ ടെക്സ്റ്റൈൽ പർച്ചേസിനോടൊപ്പം 200 രൂപയുടെ ലൈഫ് സ്റ്റൈൽ ഡിസ്കൗണ്ട് വൗച്ചറുകൾ നേടുവാനുള്ള സുവർണ അവസരം. ഈ ഡിസ്കൗണ്ട് വൗച്ചറുകൾ 6th ഫ്ലോർ ലൈഫ് സ്റ്റൈലിൽ ഹോം അപ്ലയൻസിന്റെയും മൊബൈൽ ഏറ്റവും പുതിയ ഗ്ലാസ് കുക്കിംഗ് സ്റ്റീൽ ഇവിടെ വരൂ. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും കണ്ണാട വെക്കണം. ഇത് കറക്റ്റ് അല്ല ഇതിന്. പാന്റ് വേറെ വേണം. പാന്റ് മറ്റേ ഇന്ത്യ ഓ ഓഫീഷ്യലോ മതി. ചെറുതിന് നേരെ പോ നിങ്ങൾ വന്നു. യെസ് രാവിലെ ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നു. ഇന്നോടെ പിന്നൊക്കെ നോക്കണ്ട, അങ്ങോട്ട് കേറാം. നമുക്ക് ചൂട് ടാപ്പ് തുറന്ന് സ്വഭാവം അങ്ങനെ അത്രക്കാരല്ല. ഇങ്ങട് ജാനോ മഴത്തി പോലെ. ശ്രീകുട്ടൻ പൊക്കോളിയും ഷർട്ടൊക്കെ ഞാനും കൂടി വരാണ്ട് അങ്ങനത്തെ
ഏത് കളറടി? എന്റെ പീക്കോക്ക് ബ്ലൂ ആണ്. അതൊക്കെ വേണമെന്നുണ്ടോ? സെയിം അതേ കളർ എടുത്താൽ മതി. ആരോർണ ഡബിൾ പോക്കറ്റ് നോക്കുന്നുണ്ടോ? പീക്കോക്ക് ബ്ലൂ ആണ്. ഇത് നോക്കണം നല്ല കളർ. ചേട്ടന് വേണ്ടിയുള്ള ഷർട്ടുകൾ പിടിച്ചെറുക്കടാ. അടിവശം കാണുന്നില്ല. അടിപൊളി കളറായി. പിന്നെയും ഇടാം എന്തെങ്കിലും ഫംഗ്ഷൻ. നല്ല സിമ്പിളാണ്. കുഴപ്പമില്ല. പാവാടിയാണോ പാൻ്റാണോ? ട്രൈ ചെയ്ത് നോക്കാൻ കൂടിയോ? അവിടെയാണ്. ഇത് മീഡിയാണോ? പിന്നെ ഷോർട്ട് അല്ലേ? ഇത് നോക്കണം. പിന്നെ ഇത് എൻ്റെ സൈസാണ്. ഇതിൻ്റെ കളർ പഴുത്തോ അതുപോലെ അങ്ങനെ എടുത്തിട്ടില്ലേ?
അല്ല എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമശിവന് പോലും എടുത്തത് നിനക്ക് മറന്ന രണ്ടോർമ്മ ചേട്ടന്റെ ബില്ല് കിട്ടി നീ നിന്റെ നോക്കിക്കോ. അപ്പോൾ നമ്മുടെ കല്യാണ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. എനിക്ക് സാരി എടുത്തിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഷോപ്പിംഗ് വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വിശേഷം ചിലപ്പോൾ കല്യാണത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ സീ യു.